പിന്നെ ഒരു തെറ്റങ്ങോട്ട് ചെയ്താൽ ഉടൻ അള്ളാഹുവിനോട് പടച്ചോനെ സംഭവിച്ചു പോയി നാഥ, പുറത്തു തരണേ റബ്ബേ, മാപ്പ് തരണേ റബ്ബേ. ഇന്ന് രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം ചൊല്ലിയവർ എത്ര പേരുണ്ടാവും? എന്തിനാ ക്ലാസ് നമ്മളെ? ഇന്നലെ ക്ലാസ് ഇല്ലേ? മിനിഞ്ഞാന്നില്ലേ? നാളല്ലേ? എന്തിനാ ക്ലാസ്? ഇന്നിപ്പോ നേരം വെളുത്തിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. റമദാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം എത്ര പേര് ചൊല്ലി? ആരും കൈവക്കണ്ട, ആരും പറയണ്ട. എത്ര പേര് ചൊല്ലിയിട്ടുണ്ടാവും? മനസ്സിനോട് ചോദിക്കാം. നമ്മള് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 4 കൂലിയാ. 4 കൂലി. ഒന്നെന്താ? 10 അടിമയെ മോചിപ്പിച്ച കൂലി. നിസ്സാര 10 അടിമയെ മോചിപ്പിച്ച കൂലി. ഇന്ന് അടിമ ഉണ്ടെങ്കിൽ കോടികൾ കൊണ്ടുവരും ഒരു അടിമനെ മോചിപ്പിക്കാൻ. 10 അടിമയെ മോചിപ്പിച്ച കൂലി. രണ്ടാമത്തെ കൂലി കുത്തിബത്ത് ലഹു മിഅത്തു ഹസന, 100 നന്മ അവന് വേണ്ടി രേഖപ്പെടുത്തും. മൂന്നാമത്തെ കൂലി വമുഹിയത്ത് അൻഹു മിഅത്തു സയ്യിഅ, അവനിൽ നിന്ന് അവനെ തൊട്ട് 100 തിന്മകൾ ഡിലീറ്റ് ചെയ്യും. ഞാൻ ചെയ്തു പോയ 100 തെറ്റുകളല്ല ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട്, രാവിലെ 100 വൈകുന്നേരം 100 ചെല്ലിയത് കൊണ്ട് മാത്രം എന്റെ റെക്കോർഡിൽ നിന്ന് 100 തിന്മകൾ അല്ല ഡിലീറ്റ് ചെയ്യും. അള്ളാന്റെ വാഗ്ദാനാണ്. പോരാ, ഒരു ദിവസത്തെ കേട്ടോ ഹിർസും മിന ശൈത്താൻ, ഒരു ദിവസത്തെ പൂർണ്ണ സുരക്ഷിതത്വം പിശാചിൽ നിന്ന്, പിശാചിന്റെ ഷർറിൽ നിന്ന് ഒരു ദിവസത്തെ സുരക്ഷിതത്വം അവൻ ഉറപ്പുവരുത്താം. എന്താ ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് മാത്രം എടുത്തോ, അത് മാത്രം ഒരു ദിവസം 100 വട്ടം ചൊല്ലിയാൽ ഹുത്തത് ഖതായാഹു, അവന്റെ തെറ്റുകളെല്ലാം മായ്ച്ചു കളയും. എത്രയെന്നറിയോ? ആ തെറ്റ് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും, ആ തെറ്റ് കടലിലെ സബദുൽ ബഹർ, കടലിലെ പതയും നുരയും എത്രയുണ്ടോ അത്രയുണ്ടെങ്കിലും പുറത്തു തരും. അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് അത്യാവശ്യം തിരക്കതില്ല, പിന്നെ പോണ്ടാത്ത ആളുകളെ കൊണ്ട് ഇരുന്നിട്ട് കേട്ടോ കൂട്ടായിട്ടൊന്നും ചെല്ലലില്ല, ഉറക്ക ചെല്ലലില്ല, മനസ്സുകൊണ്ട് ദിക്റുകളൊക്കെ ചൊല്ലുക, ഖുർആനിലേക്ക് അടുക്കുക, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർക്കുക, ഈ ദിക്റുകളൊക്കെ ചെല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയാണത്. സ്വർഗ്ഗത്തിലെ നിധിയാണ്. ഏത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന. ഈ ദിക്റൊക്കെ നമുക്ക് അറിയുന്നതാണ്, പുതുതായിട്ടൊന്നുമില്ല, ഒക്കെ നമുക്കറിയുന്നതാണ്. അപ്പൊ അള്ളാഹു തആലയെ ഓർക്കാനുള്ള മാർഗങ്ങളാണിത്. തെറ്റ് സംഭവിച്ചവരാണ് നമ്മൾ എല്ലാറ്റിലും, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും പാപികളാണ് നമ്മൾ. അള്ളാഹു തആല നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ.